എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പൊ രാവിലെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞ് ഹാളൊക്കെ തുടച്ച് വൃത്തിയാക്കിക്കിട്ട് പിന്നെ ഇവിടെയൊക്കെ അതുപോലെ തന്നെ തൂത്തൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്ന് കഴുകണം. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇവിടെ ഒന്ന് കഴുകണമെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം അങ്ങ് ഒഴിക്കും. വെള്ളം ഒഴിച്ചൊന്ന് അങ്ങ് കളയും. നമ്മുടെ ഫ്രണ്ട് അല്ല. അപ്പൊ ഇവിടെ സിറ്റ് ഔട്ട് ഞാൻ തുടച്ചിട്ടുണ്ട്. അപ്പൊ സിറ്റ് ഔട്ട് ഒന്നും കഴുകണില്ല, ഇവിടെ മാത്രം ഒന്ന് കഴുകിയിടണം. അപ്പോ എന്തൊക്കെയാണ് രാവിലത്തെ പരിപാടി. പിന്നെ മഞ്ഞളുകളൊക്കെ തളിക്കണം. അപ്പൊ എല്ലാവർക്കും എന്റെ കേശുവിന്റെ വൃന്ദാവനത്തിലേക്ക് വീണ്ടും വീണ്ടും സ്വാഗതം. അപ്പൊ ഇഡ്ഡലി അടുപ്പത്തായിട്ടുണ്ട്. ഞാനിവിടെ വിളക്കെല്ലാം കത്തിച്ച് വന്നപ്പോഴേക്ക് അമ്മ ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കണം. പിന്നെ ഒരു കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കണം. അപ്പൊ അതിനാണ് ഞാൻ കറിവേപ്പിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ രാവിലത്തെ കാപ്പി ഇതാണ്. അപ്പൊ ഇഡ്ഡലി വെന്തുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചില്ലേ? ഇനി ചായ കുടിക്കണം. സാമ്പാർ വെക്കാനായിട്ട് തുടങ്ങിയിട്ടില്ല. ഇഡ്ഡലി ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ ഇഡ്ഡലി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോഴേക്കും അമ്മയ്ക്ക് രാവിലെ പത്രം വായിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ നേരെ അമ്മ പത്രം വായിക്കാനായിട്ട് പോയി. അപ്പോൾ ഇനി ഇതാ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഇളക്കിയെടുത്ത് ഇഡ്ഡലി റെഡിയാക്കിയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ജോലി തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇതാണ് നമ്മുടെ സാമ്പാർ ചീര. അപ്പൊ ഇനി സാമ്പാർ വെക്കാനായിട്ട് സാമ്പാർ ചീരയും കൂടി എടുക്കാനായിട്ട് വന്നതാണ്. ഇടയ്ക്ക് അത്രയും ഇവിടെ നിന്ന് പോയതായിരുന്നു. ഇപ്പൊ വീണ്ടും ചേച്ചി വെള്ളം ഒഴിച്ചൊക്കെ നല്ല കൊഴുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനി ഇതും കൂടെ സാമ്പാറിൽ ഇടാനായിട്ട് എടുക്കാം. ഇതാണ് സാമ്പാർ ചീര. ഇടയ്ക്ക് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നല്ലതുപോലെ കാണിക്കണേന്ന്. നമ്മുടെ ഇവിടെ പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. പക്ഷെ ഒരുപാട് ഗുണമുണ്ട് ഇതിന് സാമ്പാർ ചീര, ബ്രാഹ്മണ ചീര, അങ്ങനെ ഒരുപാട് പേരൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. പക്ഷെ ഇത് തോരൻ വെക്കുന്ന സമയത്ത് ഒരു കൊഴുപ്പായിരിക്കും. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ഇലയുടെ കൂട്ടത്തിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് സാമ്പാർ മാത്രം വെക്കാനാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ ഇനിതാ സാമ്പാർ ചീര എടുത്തിട്ടുണ്ട്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ ഇങ്ങനെയാണ് സാമ്പാറൊക്കെ വെക്കുന്നത്. ഇനി ഒരു പപ്പയ്ക്കയും കൂടെ എടുക്കണം. സാമ്പാർ ചീര എടുത്ത് ഇനി അവിടെ ഒരു പപ്പയ്ക്ക നിൽക്കുന്നുണ്ട്. ഇനി അതും കൂടെ എടുത്തിട്ട് സാമ്പാർ വെക്കാനായിട്ട് പോവാം. പപ്പയ്ക്കയും കൂടെ വേണം സാമ്പാർ വെക്കാനായിട്ട്. അപ്പോൾ പപ്പയ്ക്കയും കൂടെ കിട്ടിയിട്ടുണ്ട്. സാമ്പാർ ചീരയും പപ്പയ്ക്കയും, ഇനി 2 കോവയ്ക്ക ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം. അത് വിട്ട് സാമ്പാർ പക്ഷെ നല്ലത് തന്നെ. പിന്നെ ഇതാണ്ടല്ലോ ഇവിടെയൊക്കെ ഉണ്ട്, നിറയെ പപ്പയ്ക്ക നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അവർ പഴുക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. സാമ്പാറിലത്തേക്കായിട്ട് 2-3 കോവയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ട്. കുറേയൊക്കെ പഴുത്ത്. ഇന്നലെ വന്ന് ഞാൻ കുറച്ച് കോവയ്ക്കൊക്കെ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ അധികം കോവയ്ക്കയില്ല. കോവയ്ക്കൊക്കെ വരണതേ ഉള്ളൂ. അപ്പോൾ പപ്പയ്ക്കയും കോവയ്ക്കയും സാമ്പാർ ചീര എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിനായിട്ട് ഇതാ പപ്പയ്ക്ക, കോവയ്ക്ക, സാമ്പാർ ചീര. ഇനി നമ്മുടെ ചേമ്പന്തട കിട്ടിയില്ല. ചേമ്പന്തട ഞാൻ പറഞ്ഞില്ലേ,
ഉണക്കായതുകൊണ്ട് ചേമ്പും തട കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി മഴ വീണാൽ മാത്രമേ ചേമ്പും തട കിട്ടുള്ളൂ. അപ്പൊ ഇത്രയും സംഭവങ്ങൾ മതി. ഇത് വെച്ചിട്ടാണ് ഇന്ന് സാമ്പാർ വെക്കാനായിട്ട് പോണത്. പപ്പയ്ക്കയും കോവയ്ക്കയും സാമ്പാർ ചീരയും ഇതെല്ലാം ഇനി സാമ്പാർ വെക്കാനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കോവയ്ക്കയ്ക്ക് കുറച്ച് വേവാനായിട്ട് കോവയ്ക്കായിരുന്നാലും അതുപോലെ തന്നെ പപ്പയ്ക്കായിരുന്നാലും അങ്ങനെയാണ് ഒരല്പം വേവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ തോരൻ പരിപ്പ് വേവിക്കണതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും കൂടെ ഇട്ടൊന്ന് വേവിച്ചാൽ നല്ലതുപോലെ വെന്ത് കിട്ടും. പിന്നെ കഷ്ണങ്ങൾ ഇങ്ങനെ കിടക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ തോരൻ പരിപ്പ് ഒരുവിധം വെന്തതിന് ശേഷം ഈ പീസുകൾ അതിലേക്ക് ഇട്ടിട്ട് 2 വിസിൽ പോയിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ അല്ലാണ്ട് ഞാൻ ചേമ്പന്തട മാത്രം ഇട്ട് ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ ചേമ്പന്തടയും അതുപോലെ തന്നെ സാമ്പാർ ചീര തക്കാളി ഇതൊക്കെ മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിപ്പോൾ തോരൻ പരിപ്പ് മാത്രമേ ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കും. അല്ലാണ്ട് ഇതൊന്നും കുക്കറിലിട്ട് വേവിക്കില്ല, അല്ലാതെ വേവിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ വെച്ച് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കണം. സാമ്പാർ ഉണ്ടാക്കി ഇഡ്ഡലി സാമ്പാറുമായിട്ടൊക്കെ കഴിച്ചിട്ട് വേണം അടുത്ത ജോലിയിലോട്ട് പോകാനായിട്ട്. ഈ സാമ്പാർ ചീരയിൽ ഇതുപോലൊരു കുഞ്ഞ പൂവുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പ്രത്യേകിച്ച് അതിൻ്റെ കളറ് നല്ല രസമാണ്. സൂപ്പർ കളറാണ്. നമ്മളൊരു ഡ്രസ്സ് എടുക്കാനായിട്ട് പോയാൽ ഈ കളറിൽ കിട്ടാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ നമ്മളെ റിലേറ്റീവിൻ്റെ ഒരു വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ നിന്ന് ചക്ക കിട്ടിയായിരുന്നു. അങ്ങനെ ചക്ക കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മളിന്നലെ വന്നപ്പോൾ ലേറ്റായി, രാത്രിയായി. പിന്നെ ഈ ചക്ക എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പോൾ രാവിലെ ഇനി ചക്ക ഇനി അത് വരിക്കണോ കൂഴയണോന്നൊന്നും ചോദിച്ചതുമില്ല. വരിക്കായിരുന്നാ മതിയായിരുന്നു. ഈ വർഷം നമുക്ക് നമ്മളെ കാറിൽ ഈ സംഭവം ഇപ്പൊ പൊങ്ങിയിരിക്കൂല. ഈ വർഷം നമുക്കങ്ങനെ വരിക്ക ചക്ക ഒന്നും കിട്ടിയില്ല. വലിയ ചക്ക അയ്യോ വരിക്കായിരുന്നാ മതിയായിരുന്നു. എത്ര വെട്ടാ വെട്ടണ്ടേ? നമ്മളാ ഉച്ചത്തിൽ മൂഞ്ചു മാറണില്ല കേട്ടോ. വിളഞ്ഞാ നോക്കട്ടെ. വിളഞ്ഞു കൂഴല്ല വരയ്ക്കണം. കല്ല് വിളഞ്ഞു കേട്ടോ. വിളഞ്ഞു അല്ല വിളഞ്ഞു. ഇല്ല മധുരം വെച്ചില്ല. അല്ല വിളഞ്ഞു. കറി വെക്കാം. ഞാൻ പഴുപ്പിക്കാൻ പറ്റൂല. പഴുത്ത ചക്കയും കൂടെ എരിശ്ശേരി വെക്കാം. ഇങ്ങനെ വെച്ചിട്ടാണ് ചീവി ഇറക്കിയത്. അങ്ങനെ ഒന്ന് ഇറക്കണം. കൈവയ്ക്കല്ലേ. ഇങ്ങനെയാണ് ചക്ക ചെയ്യുവാനുള്ള എന്റെ നാത്തും പറഞ്ഞു തന്നതാണ്. അപ്പതാ ചക്കയൊക്കെ കട്ട് ചെയ്തെടുത്ത് ഇനി ഇത് കുറച്ച് ചക്ക വീട്ടിൽ കൊടുക്കണം. ആളുണ്ടാ ചക്ക. അപ്പൊ ആ ചക്കയൊക്കെ കൊണ്ട് കൊടുത്ത് അച്ഛൻ പറയാണ് ഞാൻ ചക്ക കൊണ്ടുവന്നിട്ട് അതിനെ വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിക്കണം. അതാണ് ഇത്രയും ചക്ക നിൽക്കുന്നത്. ഇഷ്ടം പോലെ ചക്കയുണ്ട്. അപ്പൊ ഞാൻ ചക്ക എന്ത് സാധനം കൊണ്ടുവന്നാലും അച്ഛൻ പറയും ഇപ്പൊ അവള് വീഡിയോ എടുത്ത് ലോകം മൊത്തം കാണിക്കുമെന്ന്. കണ്ട, ഇതാണ് ഈ അച്ഛന്റെ സ്വഭാവം. ഞാൻ പോണേ അച്ഛാ. 3-4 ചക്കച്ചോളം കൊണ്ട് വന്നിട്ട് ലോകം മൊത്തം കാണിച്ചിട്ട് പോണം. അമ്മ പോണേ.
ചൂര മീനിലിടാനായിട്ട് വാട കണ്ണ, ചൂര മീനിലിടാനായിട്ടും പുളിഞ്ചിക്ക വേണം, പിന്നെ അച്ചാറിടാനായിട്ടും വേണം. അപ്പൊ അതെല്ലാം അങ്ങ് പറിച്ചെടുക്കാന്ന് വിചാരിച്ചു. ഇനി വേറൊരു കാര്യം കാണിച്ചു തരാം. എന്താണ്, ഇതാ ആ പൂ കണ്ട, എന്താണ് ഇങ്ങനെ പൂക്കണേന്ന് അറിഞ്ഞൂടാ. സത്യത്തിൽ ഇതായിരുന്നു ചെമ്പരത്തി. ഈ കളർ ചെമ്പരത്തിയാണ് ആ ചേച്ചി കൊണ്ട് നട്ടത്. അതിനുശേഷം ഇതാ പൂക്കണ പൂക്കളെല്ലാം ചിലതിലൊക്കെ ഇതേപോലെ ചുവപ്പ് പൂ ഉണ്ടാവും. ഇപ്പൊ കണ്ടില്ല, ഇതാ ഡബിൾ കളർ പൂവ്. സാധാരണ ഇങ്ങനെ നടുമ്പോൾ ഇതിന്റെ അടുത്ത് ഏതെങ്കിലും ചുവപ്പ് ചെമ്പരത്തി നിന്നാലാണ് ഇങ്ങനെ കളർ ചേഞ്ച് വരണത്. ഇവിടെ ചുവപ്പ് ചെമ്പരത്തി ഏരിയ പോലും ഇല്ല. പക്ഷെ ഇതിപ്പോ ഇങ്ങനെയാണ് പൂക്കണത്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. വാ, കോവയ്ക്കയും ഉണ്ട്. പുളിഞ്ചിക്കയും കോവയ്ക്കയും പറിച്ചുകൊണ്ട് പോ. പുളിഞ്ചിക്ക് ഫുള്ള് കൊഴിഞ്ഞ് വീണിരിക്കുകയാണ്. കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, ചേച്ചിയും ഇവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിനി ഇതിന് അച്ചാറിടാം. കണിക്കൊന്നേ നിറയെ പൂത്ത് നിൽക്കുകയാണ്. മാത്രം പുളിഞ്ചിക്കുകയാണെന്ന്. ഇത് അച്ചാറിട്ട് നമ്മളിപ്പോൾ ഉണക്കി വെച്ചാൽ ഒരുപാട് നാളിരിക്കും അച്ചാറ്. നല്ല ടേസ്റ്റ് വേണം. നമ്മൾ അടമാങ്ങ വെക്കണേക്കാളും ടേസ്റ്റ് വേണം. ഇവിടെ ഫുള്ള് തറയിലേക്ക് ഫുള്ള് വീണ് കിടക്കുകയാണ്. പറഞ്ഞ ഫുള്ള് ഞെരുങ്ങി അഴുകാൻ തുടങ്ങി. എല്ലാം കൂടെ ഒരുമിച്ച് കിടന്നിട്ട് അത്രയ്ക്ക് മാത്രമുണ്ട്. കായ്ക്കാൻ തുടങ്ങിയ പിന്നെ ഒരു രക്ഷയും ഇല്ലാണ്ട് കാച്ചോളും. ഇത് കാണുമ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഇത് നമുക്ക് കഴിക്കാൻ മാത്രമല്ല കേട്ടോ, നമുക്ക് ക്ലീനിങ്ങിനും ഭയങ്കര ഉപയോഗമാണിത്. കോവയ്ക്ക ഇരിക്കുന്ന കണ്ടില്ലേ? അപ്പൊ പുളിഞ്ചിക്കയെല്ലാം അടച്ചിട്ടുണ്ട്. ഇന്നിതാ ഈ കോവയ്ക്കയും കൂടെ എടുക്കണം. കോവയ്ക്കയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാല് കണ്ട് കാണുന്നുണ്ട് ഇതങ്ങ് മൂത്ത് കളയും. അതാണ് പ്രശ്നം. ഇനി മേളിലുണ്ട്. ഇപ്പൊ ഇതാ ഇത്രയും എടുത്തിട്ട് ബാക്കി ഇവിടെ നിൽക്കട്ടെ. ഇനി കോവയ്ക്ക എടുക്കണം. കോവയ്ക്ക ഇപ്പോൾ 2-3 കിട്ടി, ബാലൻസ് മുകളിലുണ്ട്. അതും കൂടെ എടുത്തിട്ട് പോവാം. അപ്പൊ ഇഷ്ടം പോലെ കോവയ്ക്ക. ഇതിപ്പോ ഒരുപാട് പടർന്നു പോയിട്ടുണ്ട്. അപ്പൊ കണ്ടില്ലേ, എല്ലാ ദിവസത്തേക്കുള്ള കോവയ്ക്ക കിട്ടും. കണിക്കൊന്ന പൂത്ത് എന്ന് പറഞ്ഞിട്ട് പൂത്ത് ഉലഞ്ഞു കിടക്കുകയാണ്. ഇനിയും ഉണ്ട് വിഷു ഒരാഴ്ചയും കൂടെ ഉണ്ട്. അപ്പോഴേക്ക് കാണുമെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ നല്ല ഭംഗി ഇങ്ങോട്ട് കയറുമ്പോഴേക്ക്. അത്രയ്ക്ക് ചൂടല്ലേ. അപ്പൊ കണിക്കൊന്നേ കോവയ്ക്കാൻ തമ്മിൽ ഇവിടെ മത്സരമാണ്. കണ്ണിറങ്ങിക്കോ. അപ്പോൾ ഇത്രയും കോവയ്ക്കയും പുളിഞ്ചിക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി കോവയ്ക്ക ഞാൻ പറയില്ല, കോവയ്ക്ക ഇന്ന് വൈകുന്നേരം. പക്ഷെ ഇത് കുറേയൊക്കെ പഴുത്തതും കൂടെ ഉണ്ട്. അപ്പം അവിടെയും കൂടെ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഇന്ന് രാത്രി ചപ്പാത്തിയും കോവയ്ക്ക മെഴുക്കുവരട്ടി ആക്കണം. സത്യം പറഞ്ഞാൽ വിയർത്തിങ്ങനെ ഉരുവി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം ഭയങ്കര ചൂട്, ഇന്നത്തെ പോലെയല്ല. ഇപ്പോൾ കോവയ്ക്ക ഇതിൻ്റെ മുകളിലുള്ള കുറച്ചേ ഉള്ളൂ. പക്ഷെ പുളിഞ്ചിക്ക് ഇത്രയുണ്ട്. ഞാൻ അത്രയും എടുത്തില്ല, ഇനിയും നിൽക്കുകയാണ്. ആവശ്യത്തിന് മതിയല്ലോ. അപ്പത്തെ പുളിഞ്ചിക്കയൊക്കെ അടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. ഇനി രാവിലത്തെ ചക്കയില്ലേ, അത് വേവിച്ച് കുക്കറിലാണ് വേവിച്ചത്. വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുകയാണ് ഞങ്ങള്. ഇത് പഴുത്ത ചക്കയെന്ന് പറഞ്ഞ് എടുത്തോണ്ട് വന്നതാണ്. പക്ഷെ പഴുത്തില്ല. അതിനി കറി വയ്ക്കാനേ പറ്റുള്ളൂ.
അതായാലും മതി, നമുക്ക് ഈ വർഷം അങ്ങനെ ചക്കയൊന്നും കിട്ടിയില്ല. അപ്പൊ ഇനി അതിനെ ഒന്ന് ഉടച്ചെടുക്കണം. കുക്കറിൽ വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനെ ഉടച്ചെടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ എല്ലാവർക്കും എരിശ്ശേരിയാണ് കൂടുതൽ ഇഷ്ടം. വീട്ടിൽ അമ്മ എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, അമ്മ എരിശ്ശേരി ആയിട്ടല്ല വെക്കുന്നത്, ഇങ്ങനെ നമ്മള് കട്ടാക്കി വെക്കുമല്ലോ, ആ രീതിക്കാണ് അമ്മ വെക്കുന്നത്. ഇപ്പൊ ഞാനിതിനെ, എനിക്കത് വലിയ ഇഷ്ടമില്ല. ഇങ്ങനെ വെക്കുന്നത്, എരിശ്ശേരി ആയിട്ട് വെക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ എന്താ പറയാനായിട്ട് ഓരോ ടേസ്റ്റ് അല്ലേ. ഇപ്പൊ അമ്മയും മോളും ആണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, രണ്ടും രണ്ട് വ്യക്തികളല്ലേ ഈ പറയും പോലെ. മിക്കവാറും അമ്മയുടെ ഏകദേശം ഇല്ല, അമ്മയുടെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ അമ്മയെ പോലെയാണെന്ന്. അമ്മയുടെ സ്വഭാവങ്ങളാണ് എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചക്ക ഒന്ന് ഉടച്ചക്ക എടുത്ത് കണ്ട ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന പരുവാണ് എനിക്കിഷ്ടം. ഈ മീനിലിടാൻ പുളിഞ്ചിക്ക എടുക്കാനായിട്ടാണ് പോയത്. പക്ഷെ ചെന്നപ്പോൾ ഇത്രയും പുളിഞ്ചിക്ക കണ്ടപ്പോ പിന്നെ ഇങ്ങനെ വിട്ടിട്ട് വരാൻ പറ്റുമോ? അപ്പൊ ഇനി ഇതുകൊണ്ട് ഇന്ന് 1-2 പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. പുളിഞ്ചിക്ക അച്ചാറിടണം, പിന്നെ പുളിഞ്ചിക്ക കൊണ്ട് നല്ല ലിക്വിഡ് ഉണ്ടാക്കും നമുക്ക്. ഈ ഫ്ലോർ ക്ലീനർ ആയിട്ടും അല്ലാതെ എന്തു പറയാനായിട്ട് പാത്രങ്ങളൊക്കെ നല്ല കരി പിടിച്ച പാത്രങ്ങളൊക്കെ പോകാനായിട്ട് പുളിഞ്ചിക്ക കൊണ്ടിട്ട് നന്നായിട്ട് ലിക്വിഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് സമയം കിട്ടണമെങ്കിൽ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഈ ചൂടത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാ മതി, അത്ര ചൂട്. ഒരു 3 പുളിഞ്ചിക്ക ഇട്ട് കൊടുത്ത് അമ്മ ദാ അരച്ചൊക്കെ വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ പുളിഞ്ചിക്ക കൊണ്ട് വരാത്തോണ്ട് മാത്രം എടുത്ത് കലക്കി വെക്കാത്ത, ഇനി കലക്കി അടുപ്പത്ത് വെക്കാം. ഇത് നെത്തോലി വറ്റിച്ച് വെക്കാൻ വേണ്ടിയാണ് ഇതാ ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ എന്താ പറയാനായിട്ട് ഇങ്ങനെ പിരിപിര അരച്ചു വെക്കും. അപ്പൊ ഇതിലിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ, അത് വെള്ളം കൂടിയാലും കുറച്ച് പ്രശ്നമാണ്. അപ്പൊ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് അങ്ങ് വെച്ചു കൊടുത്താൽ നല്ല നെത്തോലി വറ്റിച്ചതും റെഡി. ഇതിലിപ്പോ നമ്മള് എന്തൊക്കെയാന്ന് വെച്ചാൽ തേങ്ങാപ്പീര അരയ്ക്കും, പിന്നെ അതുപോലെ തന്നെ വറുക്കാത്ത മുളക് പൊടി. നമ്മൾ ബാക്കി എല്ലാത്തിനും മുളക് പൊടി വറുത്തിട്ടാണ് അരയ്ക്കണത്, ഇതിന് മാത്രം മുളക് പൊടി വറക്കൂല. വറുക്കാത്ത മുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി അരയ്ക്കില്ല, മഞ്ഞൾപ്പൊടി, പുളി, ഇത്രയും സംഭവങ്ങൾ മാത്രമേ നെത്തോലി ഇങ്ങനെ വെക്കാനായിട്ട് അരയ്ക്കുള്ളൂ. അപ്പൊ അതും കൂടെ ഇനി ഇത്ര വെള്ളം മതി, ഇത്ര വെള്ളത്തിന്റെ ആവശ്യമുള്ളൂ. ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതിനെ അങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പൊ ദാ അങ്ങനെ ഇവിടെ നമ്മളെ നെത്തോലി വറ്റിച്ചതും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചക്ക എരിശ്ശേരി ഇവിടെ ആയിക്കഴിഞ്ഞു, അതിൽ കടുകൊക്കെ താളിച്ചിട്ട് പുളിഞ്ചിക്ക് ഇത്രയും പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് കീറി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി കായപ്പൊടിയൊക്കെ ഇട്ട് മുകളിൽ വെച്ചൊന്ന് ഉണക്കി എടുക്കണം. അപ്പൊ ഇത് അടുക്കളയിലോട്ട് നിൽക്കാൻ പോലും വയ്യ, ഭയങ്കര ചൂട്. അപ്പൊ ഞങ്ങള് ഇവിടെ ഇരുന്ന്, ഇപ്പൊ പിള്ളേർ സെറ്റ് എല്ലാം ഉണ്ട്, എല്ലാം കൂടെ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇരുന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോ എന്റെ മോനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്, ക്യാഷിക്കുട്ട അല്ലേ ഉള്ളെ? ആര് വീഡിയോ എടുക്കണത്? ചൂട് കാരണം അടുക്കളയിൽ നിൽക്കാൻ വയ്യ, ഭയങ്കര ചൂട്. അങ്ങനെ ഇതാ സിറ്റ് ഔട്ടിൽ കൊണ്ടൊന്ന് കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെയും വലിയ ഗുണമൊന്നുമില്ല, എന്നാലും അടുക്കളയെക്കാളും ഒരല്പം വായു. അതിന് വീണ്ടും ബാക്കിലെ എന്തോന്ന് കാണിക്കുക, താഴെ ഇട്ടിരുന്നാണ്. അങ്ങനെ ഇരി. അപ്പൊ ഇതാ പിള്ളേര് സെറ്റും എല്ലാം എണ്ണം ഉണ്ട്. കേശു ഭയങ്കര, കേശുവിന് പിന്നെ ഈ പുളിഞ്ചിക്കൊന്നും വലിയ കാര്യമൊന്നും അല്ല, അവൻ എടുത്ത് സൂപ്പറായിട്ട് കഴിച്ചോളൂ അല്ലേ മക്കളെ? വലിയ ആളായിട്ടിരിക്കുന്നു. കേശുവിനെ കുറിച്ചൊരു പാട്ട് പാടിയാ? ഓ പാട്. കേശുവിനൊരു വീടുണ്ട് വൃന്ദാവനം, കേശുവിനമ്മ ചാനലുണ്ട് യേശു വൃന്ദാവനം, കേശുവിന്റെ അച്ഛന് കാടായുണ്ട് ഈസ്റ്റപ്പിക്കൽ, അമ്മച്ചിക്ക് ഫോണുണ്ട് ഐഫോണ്. ശരണമപ്പ ശരണം ശരണം ശരണമപ്പ. ഇതാണ് ഒരു ക്യാഷുവിന്റെ പാട്ടെന്ന് പറഞ്ഞ ഈ പിള്ളേർ ഉണ്ടാക്കിയ പാട്ടാണ്. ഒന്നുകൂടെ പഠിക്കാനുണ്ട്, ഒന്നുകൂടെ ഉറച്ചു പഠിക്കണം. രണ്ടാമത് കേശുവിന്റെ അച്ഛന് കാടുണ്ട്. കേശുവിനൊരു വീടുണ്ട് വൃന്ദാവനം, കേശുവിന്റെ അച്ഛന് കാടായുണ്ട് ഈസ്റ്റപ്പിക്കൽ, കേശുവിന്റെ അമ്മക്ക് ചാനലുണ്ട് കേശു വൃന്ദാവനം, അമ്മച്ചിക്ക് ഫോണുണ്ട് ഐഫോണ്. ശരണം ശരണം ശരണമപ്പ
ശരണം ശരണം ശരണമപ്പ. നല്ല പാട്ട്. തിരിയുമാ. അൻപോട് കാതലെന്നാണ് പൊന്മണി ഒന്നും വീട്ടിൽ സൗഖ്യമാനാണില്ല സൗഖ്യമേ. എന്നെ പാട്ടത് കവിത കൊട്ടത് ബാലുകൊട്ടത്. ഓ പൊന്മണി അൻപോട് കാതലെന്നാണ് കടിതമേ. പൊന്മണി വീട്ടിൽ സൗഖ്യമാനാണ് സൗഖ്യമേ. അന്താക്ഷരി വിളിച്ചാലോ? ഓക്കെ. ടീം വേണ്ട, അല്ലാതെ വിളിച്ചാൽ ഞാൻ പറയാം ആദ്യം. കണ്ണ അങ്ങനല്ലേ പോണു? എങ്ങനെയെങ്കിലും പോകും. ഇങ്ങനെ പോകും. ഞാനല്ലേ? ഓ 1000 അല്ല അല്ലേ അല്ലേ ഞാൻ പാസ്. ഒരുപാട് സമയമൊന്നുമില്ല. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ കുന്നു വന്നു പോയി. ഒന്നുകൂടെ പഠിക്കണം. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ ഒന്ന് വന്നു പോയാ. എനിക്ക് രണ്ടുപേരും അറിയാവൂ. വരിയൊക്കെ ഉണ്ടാക്കി പാടിക്കോളും. അവസാനം അന്ന് നമ്മൾ പോയി എന്നാണ്, അല്ലാതെ ഒന്ന് വന്ന് പോയി. അന്ന് നമ്മൾ പോയി. അല്ല രണ്ട് വാക്കാ. 4 വരിയെങ്കിലും പാടണം, അല്ലെങ്കിൽ 2 വരിയെങ്കിലും പാടണം. പാടടാ. ഇത്രയും സമയം ഒന്നും കൊടുക്കണ്ട. എന്തുകൊണ്ടാ പാടും? ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു പൈങ്കിളിക്കാറ്റ്. അറിയാം बस चमकती छाती से नाचना जना बिंबो सत्य से पाएगी कौन कसी 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 बत्तिया वो जाके मासे ट्रिपल ഇപ്പൊ കുറച്ച് കട്ട് ചെയ്തപ്പോ തന്നെ ഒരു പട്ടിയോളം വന്നത്. ഇനി ഇത്രയും ഉണ്ട്. ഇതിപ്പോ മൊത്തം കട്ട് ചെയ്യാനൊന്നും പറ്റൂലെന്ന് തോന്നും. ശരിക്കുണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ ഉണക്കി വെച്ചിരുന്ന കുറെ നാളത്തേക്ക് ഇരിക്കും അച്ചാർ. പിന്നെ അച്ചാറിന് ക്ഷാമം വരൂല. സത്യം പറഞ്ഞ അടമാങ്ങിയേക്കാളും ഭയങ്കര ടേസ്റ്റാണ്. അനന്തപുടാ രാവിലെ കുറച്ച് കോവയ്ക്ക അപ്പുറത്തുനിന്ന് എടുത്തായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ കോവയ്ക്ക വേണം. അപ്പൊ ഇവിടെയും കൂടെ കോവയ്ക്ക ഉണ്ടാകുന്ന നോട്ടെ. ഇനി അതിനൊരു കോവയ്ക്ക ഒരു മസാല വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. ഇപ്പൊ ഇതില് കോവയ്ക്ക കുറവാണ്. അന്ന് ഒരുപാട് നിറയെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അത്രയും നമ്മൾ തന്നെ അടുത്തോട്ട് പോയായിരുന്നു. ഇപ്പൊ ഇതിൽ അവിടെ ഇവിടെ ആയിട്ട് കോവയ്ക്കൊക്കെ വരണതേ ഉള്ളൂ. എന്നാലും നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് കിട്ടും എന്നാണ് പ്രതീക്ഷ. നമ്മൾ ആദ്യം നോക്കാനടുത്ത് കാണൂല, പിന്നെ നോക്കുമ്പോൾ അവിടെ തന്നെ നിപ്പുണ്ടായിരിക്കും കോവയ്ക്ക. കിച്ചുമേളത്തിന് പോയി വേണ്ടില്ലേ. ഇതാണ് ആവണക്കിന്റെ കുരു. നമ്മൾ കാസ്റ്റർ ഓയിൽ ഇല്ലേ, അത് തന്നെയാണ് സംഭവം. ഇതിന്റെ റേറ്റ് അറിയാമല്ലോ, ഭയങ്കര വിലയാണ്. അത് നമുക്ക് വാങ്ങിച്ചാലും ആ ആവണക്കെണ്ണ ഒറിജിനൽ ആണോ എന്ന് പോലും അറിയാൻ പറ്റൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
ഇതിങ്ങനെ 3 പോർഷനായിട്ടുണ്ട്. നമ്മളെ കമ്മലൊക്കെ പോലെ ഇരിക്കും. ഇതിനകത്തുനിന്ന് ആ ഓരോ കുരുവിനകത്തും നമ്മുടെ റബ്ബർ ഗാർഡ് ഒരു മിനിയേച്ചർ വേർഷൻ പോലുള്ള ഒരു സംഭവമുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിങ്ങനെ നമ്മൾ ഞെക്കി പൊട്ടിക്കുമ്പോൾ അയ്യോ പൊട്ടണില്ല. ഒരു നമ്മുടെ തേങ്ങാ കൊത്ത് പോലെ ഒരു സാധനം ഇരിക്കുന്ന അതിൽ നിന്നാണ് ഇതാ കണ്ട ഒരു തുള്ളി എണ്ണ വരണത് കണ്ടില്ലേ, കട്ടയ്ക്ക്. ഇതാണ് നമ്മുടെ ആവണക്കെണ്ണ. ഭയങ്കര കട്ടിയാണല്ലോ ആവണക്കെണ്ണയ്ക്ക്. അപ്പം നമ്മൾ ഒരു 100 ml ആവണക്കെണ്ണയ്ക്ക് എടുക്കണമെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ആവണക്കിൻ്റെ കുരു വേണ്ടി വരും. അപ്പം അതുകൊണ്ടായിരിക്കും ഇതിന് ഇത്രയും റേറ്റ്. പക്ഷെ നമ്മൾ എവിടെ നോക്കിയാലും നിന്റെ അടുത്ത് പറഞ്ഞ സൗണ്ട് ഉണ്ടാക്കല്ലെന്ന്. എവിടെ നോക്കിയാലും ഇതാ ഈ സംഭവം നമുക്ക് നിൽക്കണത് കാണാൻ പറ്റും. അപ്പൊ ഇതാണ് ആവണക്ക്. കണ്ടിട്ടില്ലാത്തവർ കണ്ടു. അപ്പൊ നമുക്ക് പോവാം. നമുക്കിപ്പോൾ ആവശ്യം ഇത്രേ കിട്ടിയുള്ളൂ. നമ്മൾ രാവിലെ എടുത്തതിൽ കുറച്ച് കോവയ്ക്കയുണ്ട്. അപ്പൊ ഇതും കൂടെ എടുത്ത് ഇനി ഒരു കോവയ്ക്ക മസാല വയ്ക്കാം. ബാ. ഈ ഒരു ഇഞ്ച് കയ്യിലുണ്ടായിരുന്നാൽ മതി. നമുക്ക് കാറിൽ പോകുമ്പോൾ ഭയങ്കര സേഫാണ്. അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതാ ഇതുപോലെ ഒരു ഇഞ്ച് കയ്യിലുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്ലാസിൻ്റെ ഫ്രണ്ട് ഡോറിലായിട്ട് ഇങ്ങനെ ഒന്ന് തേക്കണം. ഞാൻ കാണിച്ചു തരാം അതിൻ്റെ വ്യത്യാസം. ആ ഇഞ്ചിയുടെ ആ ഒരു ഈ ഒരു കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നന്നായിട്ട് കാറിൽ തേച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഈ ഒരു ഭാഗത്ത് തേക്കണില്ല, ഇവിടെ മാത്രമേ തേക്കണുള്ളൂ. ഇങ്ങനെ തേച്ച് ഫുള്ള് അതിൻ്റെ ആ ഒരു നീരുണ്ടല്ലോ അത് ഫുള്ള് തേച്ച് പറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫുള്ള് ഇഞ്ചി നീര് ഇതിൽ തേച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യാൻ പോണത്. നമ്മളിതാ കാറില് വെള്ളം ഒഴിക്കുമ്പോഴേക്ക് ഇതാ കണ്ടില്ലേ, കാറ് നല്ല ക്ലീൻ ആവും. ഒരിടത്തും ഒരു നമ്മളല്ലാണ്ട് വെള്ളം ഒഴിക്കുമ്പോഴും വരുന്ന കണ്ട ആ ഒരു ബബിൾസോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വരില്ല. ഇവിടെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇനി ഒഴിച്ച് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെ വിട്ട് പോണത് കണ്ടില്ലേ വെള്ളം. അപ്പം നമുക്ക് ഡിസ്റ്റർബൻസ് ആണ്. ഇതുപോലെ വരും. ഇതുപോലെ വിട്ട് ഇങ്ങനെ നിൽക്കും. പക്ഷെ ഇതാ ആ ഇഞ്ചി തേച്ച ഭാഗം കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് വെള്ളം പോയത് കണ്ടില്ലേ. അപ്പൊ ഇതാണ് ആ ഒരു വ്യത്യാസം. ഭയങ്കര ഡിഫറൻസ് അല്ലേ ഇതാ. ഇവിടെ നല്ല ഒട്ടും നമുക്കിപ്പോൾ വൈബ്സ് ഒന്നും വർക്ക് ചെയ്യില്ലെങ്കിൽ പോലും ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോഴേക്ക് ഇങ്ങനെ വെള്ളത്തുള്ളിൽ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടിരിക്കുന്നില്ലേ. അപ്പൊ ഇതാണ് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇഞ്ച് കയ്യിലുണ്ടായിരുന്ന നമ്മുടെ കാറിനകത്ത് വെച്ചിരുന്നാൽ മതി. നമുക്ക് ഭയങ്കര ഉപകാരമാണ്. ആ ഡിഫറൻസ് നോക്കിക്കോ. ഇവിടെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. മറ്റെടുത്ത് കണ്ടില്ലേ. അപ്പൊ നമുക്കിനി വൈബ്സ് ഒക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി. നല്ല ക്ലീൻ ആയിട്ട് ഇരുന്നോളും. അപ്പോൾ മനസ്സിലായില്ലേ, ഭയങ്കര ഡിഫറൻസ് ആണ്. നമ്മളിപ്പോൾ വൈബ്സ് ഉപയോഗിക്കുന്നത് തന്നെ നമുക്ക് ഈ ഒരു ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നമ്മൾ പോണ സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവ് പോകുമ്പോഴത്തേക്ക് കുറച്ച് ഇഞ്ചി നീര് നമ്മൾ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ഇഞ്ചി തന്നെ ഫുൾ എടുത്ത് തേക്കണമെന്നൊന്നുമില്ല. ഇതൊന്ന് മിക്സിയിലടിച്ച് ജ്യൂസ് ആക്കിയിട്ട് ഫുള്ളൊന്ന് തേച്ചിട്ട് പോയാലും മതി. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് എപ്പോഴാണ് മഴ പെയ്യണമെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ഇഞ്ചി ഇങ്ങനെ കാറിൽ ഇട്ടിരുന്നാൽ മതി. മഴക്കോളൊക്കെ തോന്നുമ്പോഴേക്കും നമുക്കറിയാമല്ലോ മഴ പെയ്യണത്. അപ്പം ഇതേപോലെ ഒന്ന് ഫുള്ള് ആ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇങ്ങനെ തേച്ച് വെച്ചിരുന്നാൽ പിന്നെ എത്ര വെള്ളം വീണാലും നമുക്ക് വൈബ്സ് വർക്ക് ചെയ്തില്ലെങ്കിലും പ്രശ്നം വരില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്സായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളെടുത്ത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മാത്രം എന്നെ കുറ്റം പറയാനായിട്ട് വരണം. ഉണങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ടാണ് ഉണങ്ങി വരുന്നത്. ഇപ്പോഴും ഇവിടെ കണ്ടില്ലേ ആ ബബിൾസ് ഇപ്പോഴും ഉള്ളത്. നമുക്ക് ഇത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ഡ്രൈവ് ചെയ്യുമ്പോഴേക്ക്. അപ്പോൾ ഇതാണ്. അപ്പൊ നമുക്കിപ്പോൾ ഇഞ്ചി ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടായാലും എന്തോന്ന് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങ്, അത് വെച്ചിട്ടായാലും നമുക്ക് ഇതേപോലെ ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ഒരു ഡിഫറൻസ്. ചൂടെടുത്ത് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ്. ഭയങ്കര ചൂട്. അടുക്കളയിലോട്ടൊന്നും നോക്കാൻ പോലും പറ്റണില്ല, അത്ര ചൂട്. പക്ഷെ ഞാൻ എന്താ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ ആയിട്ട് ചപ്പാത്തിക്ക് മാവ് നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഒരാൾക്ക് വരുമ്പോ രാത്രി കൊടുക്കണ്ടേ, പിന്നെ പിള്ളേരും നിൽക്കുന്നുണ്ട്. അപ്പൊ ചപ്പാത്തിയും അതുപോലെ തന്നെ അന്നൊരു കോവയ്ക്ക മസാല ഉണ്ടാക്കിയ സമയത്ത് ചേട്ടൻ പറഞ്ഞായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട്, അപ്പൊ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇന്ന് ചപ്പാത്തി ചുട്ട
ആ കോവയ്ക്ക മസാലയും വെക്കാന്ന് വിചാരിച്ചു. അതിനാണ് ഈ രാവിലെയും വൈകുന്നേരം ഒക്കെ നടന്ന് കോവയ്ക്ക പറിച്ചെടുത്തത്. അപ്പൊ ഇനി ചപ്പാത്തി ചുട്ടു വെച്ചതിന് ശേഷം കോവയ്ക്ക മസാല ഉണ്ടാക്കും. അപ്പൊ ദാ ചപ്പാത്തിക്കുള്ള മാവെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കിയെന്ന് പറഞ്ഞാൽ ഇത് ഉരുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പരത്തി എടുക്കണം. അതാണ് അടുത്ത ജോലി. ചൂടെടുത്ത് ഇതിനകത്ത് നിക്കാൻ വയ്യ. അപ്പൊ ദാ ചേച്ചി വന്നിട്ടുണ്ട് ചപ്പാത്തി പരത്താനായിട്ട്. അവിടെ കുളിച്ചിട്ടാണ് വന്നത് ചപ്പാത്തി പരത്തുന്നത്. നല്ല രസമായിരിക്കും. ഇനി ചപ്പാത്തിയും പരത്തിയിട്ട് കോവയ്ക്ക മെഴുക്കുവരട്ടിയും കൂടെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്തുനിന്ന് വെളിയിൽ പോണം. ചൂട് സഹിക്കാൻ വയ്യ. അപ്പോ രണ്ടുപേരും കൂടെ ആയപ്പോഴത്തേക്ക് ചപ്പാത്തി പെട്ടെന്ന് റെഡിയായി. ഇനി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കണം. ഇത് നിൽക്കാൻ വയ്യ. അപ്പൊ ചേച്ചി കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞ്. അപ്പൊ ഇതിന് ഒരാൾക്ക് ചെയ്യാനുള്ള ജോലിയേ ഉള്ളൂ. അപ്പൊ പിന്നെ ഞാനങ്ങ് ചെയ്യാന്ന് വിചാരിച്ച്. അപ്പൊ ദാ കോവയ്ക്ക് ഫുള്ള് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് മസാല ആക്കിയും കൂടെ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് ഓടി രക്ഷപ്പെടണം. അപ്പൊ ഇനി 2-3 പച്ചമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ഇനി വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കൂടുതൽ എടുക്കണം. എന്നാലേ നല്ല സ്പൈസി ആയിട്ടിരിക്കുള്ളൂ. ഇതിപ്പോ നമ്മൾ സാധാരണ വെക്കും പോലെയല്ല, നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയാണ്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് തമിഴ്നാട്ടുകാരാണ് കൂടുതൽ ഇങ്ങനെ വെക്കുന്നത്. അപ്പൊ കുറച്ച് കൂടുതൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി അതിലൊന്ന് നമ്മൾ വറുത്ത് കോരി എടുക്കണില്ലേ, ആ രീതിയിലാണ് കോവയ്ക്ക് കോരി എടുക്കണത്. അപ്പൊ കുറച്ചും കൂടെ എണ്ണ വേണ്ടി വരും അതിന്. മതി. ഇനി ആദ്യം കടുക് വറുക്കണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. സാധാരണ എണ്ണ ചൂടാവുന്നപ്പോ ഞാൻ കടുകിടും. കടുകിട്ട് കഴിഞ്ഞാൽ അതൊന്ന് പൊട്ടി കിട്ടാനായിട്ടുള്ള ഒരു ക്ഷമ എനിക്കില്ല. അത് പൊട്ടി വരുന്നപ്പോ ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് തുടങ്ങും. ഇപ്പൊ എന്തായാലും എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. കടുകിട്ട് കറിവേപ്പില ചെറിയ നനവുണ്ടായിരുന്നു. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോ തന്നെ നല്ല ഒരു മണം വരും. ഇനിതാ പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാടി വന്ന് അതിന്റെ പച്ചമണമൊക്കെ ഒരല്പം ഒന്ന് മാറി കിട്ടിയാൽ മതി. ഏകദേശമൊക്കെ ഇത്രത്തോളം മതിയാവും. മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതും ഇട്ടത് ഉപ്പ്, ഇതും കൂടെ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ഫുള്ള് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഇട്ടിട്ട് ഒന്ന് വറുത്ത് കോരണം. കുറച്ച് കായം കൂടി ഇട്ട് കൊടുക്കണുണ്ട്. അതിന് ഇതൊന്ന് ഏകദേശം ആവുമ്പോ, ഇപ്പൊ ഇത് കൂടുതലാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും വെക്കാറില്ല. ചിലപ്പോ തികഞ്ഞില്ലെങ്കിലാന്ന് വെച്ചിട്ടാണ് ഇത്രയും കൂടുതൽ വെച്ചത്. ഇനി ഇതൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് അതൊന്ന് അതിലിരുന്ന് വാടി വരുമ്പോഴേക്ക് 2 സവോള കട്ട് ചെയ്തെടുക്കണം. വാടി വരണം. എന്നിട്ട് നമുക്ക് ഇത് അതിലോട്ട് അങ്ങിട്ട് കൊടുക്കാം. കോവയ്ക്ക് ഒരു വിധം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഈ സവോളയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇനി ബാക്കി 2 കൂടെ ഒരുമിച്ച് വെന്തോളൂ. അപ്പൊ അതാ നമ്മുടെ കിടിലൻ കോവയ്ക്ക മെഴുക്കുവരട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയിലൂടെ അങ്ങ് കഴിച്ചാൽ മതി. ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റുമാണ് ഇതാ ഈ ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക്. നല്ല ചൂട് ചപ്പാത്തി, നല്ല ചൂട് കോവയ്ക്ക മെഴുക്കുവരട്ടി, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചൂട്. അപ്പൊ ഇത് ചോറിന്റെ കൂടെ കഴിക്കാം. അതിനേക്കാളും ടേസ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് നമ്മൾ. അതുപോലെ തന്നെ അരിപ്പുട്ടിന്റെ കൂടെ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണം. അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.